പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആത്മാവായ ദൈവമേ, ശക്തിയായ ദൈവമേ, എന്നിലേക്ക് കടന്നു വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ മുമ്പിലായിരിക്കാം. അഗ്നിയാൽ എനിക്ക് പരിശുദ്ധി നൽകണമേ ഈശോയെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ലൂക്കായുടെ സുവിശേഷം 1-ാം പ്രകാരമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ദാഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ ആത്മാവേ, തീയാൽ എന്നെ ജ്വലിപ്പിക്കണമേ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ഒത്തിരിയേറെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ, അങ്ങയുടെ ശക്തിയെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്നുള്ള വിശ്വാസത്തോടുകൂടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ശക്തിയായി എന്നിൽ നിറയണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ മുൻപിൽ നമുക്കെല്ലാവർക്കും സമാധാനത്തോടുകൂടെ ഇരിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ, സമാധാനത്തോടുകൂടെ, ശാന്തിയോടുകൂടെ, സ്നേഹത്തോടുകൂടെ നമുക്ക് ഈശോയുടെ മുൻപിലായിരിക്കാം. പരിശുദ്ധാത്മാവ് വഴിയായിട്ട് നമുക്ക് നൽകുന്ന 3 കാര്യങ്ങളാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ പെടുന്ന 3 കാര്യങ്ങളാണ് സമാധാനം, ശാന്തി, സ്നേഹം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഈശോ വഴിയായിട്ട് ഈശോനാഥൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കനിഞ്ഞ് നൽകിയിട്ടുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എവിടെയോ വെച്ച് അത് ശക്തി കുറഞ്ഞു പോയിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദിവസം ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ ആ ഈശോ നൽകുന്ന ശക്തി സ്വീകരിച്ചു കൊണ്ട് ഈശോയുടെ മുൻപിലായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈശോനാഥൻ കടന്നു വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം പ്രകാരമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയോട് മലാക ദൂതൻ മറുപടി പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇന്ന് ദിവസം ഈ ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നാം ഓരോരുത്തരോടും പറയുന്നൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും. ആ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും എല്ലാം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ മനസ്സുകളെ നമുക്ക് ഒരുക്കാം. ഈശോയുടെ മുൻപിൽ ഒരു നിമിഷം മുട്ടുകൾ മടക്കി ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് പറയാം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ കാണുവാനായിട്ട് പോവുക. ആദ്യമായിട്ട് തന്നെ നമ്മൾ വചനത്തിൽ കണ്ടു, പരിശുദ്ധ അമ്മയോട് ദൂതൻ ഇപ്രകാരമുള്ള ഒരു വചനമാണ് പറയുക: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ ഒരേ ഒരു വചനം അത് നമ്മോട് ഇന്നേ ദിവസം പറയുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലവിധ ദുഃഖത്തിൽ കഴിയുന്നവരായിരിക്കാം. ആ എല്ലാ വ്യക്തികളോടും എല്ലാവരോടും ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇന്നേ ദിവസം ആവസിക്കുവാനായിട്ട് പോവുകയാണ്. അതിനാൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ടാണ് ഈശോ പറയുക. ഈശോയെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ മുൻപിലായിരിക്കുന്നവർക്ക് ഈശോനാഥൻ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അവൻ്റെ ശക്തിയെ അവരുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കുകയും ചെയ്യുന്ന സമയമാണിത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. പ്രിയ സഹോദരങ്ങളെ, ആ വാഗ്ദാനം സ്വീകരിക്കുവാനായിട്ട്, ആ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട്, ഈശോയെ അങ്ങാണ് എൻ്റെ ഏകരക്ഷകൻ എന്നുള്ള വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് മുൻപിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ്, അവിടുത്തെ സഹായകൻ, നമ്മുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് കടന്നു വരിക. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 22-ാം വചനം: പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോ ജ്ഞാനസ്നാന സമയത്ത് യോഹന്നാന്റെ മുൻപിൽ ശിരസ് നമിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ശക്തി ഈശോയുടെ മുൻപിൽ, ഈശോയുടെ മുകളിൽ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഈശോയുടെ വചനം സ്വീകരിക്കുവാനായിട്ട്, ഈശോയുടെ സ്നേഹം സ്വീകരിക്കുവാനായിട്ട് എപ്പോഴാണോ നാം നമ്മുടെ ശിരസ് നമിച്ചുകൊണ്ട് ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുക, ആ സമയം പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് ഉണ്ട്. കാരണം യേശുവിൻ്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് വന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവായ ദൈവം ഈശോയാകുന്ന പുത്രൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുവെങ്കിൽ, ആ പുത്രൻ്റെ മക്കളായ നാം എല്ലാവരുടെയും മേലും, ക്രിസ്തുവിൻ്റെ അനുയായിയായ നാം എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്, നാം പരിശുദ്ധാത്മാവിന് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചിന്തിക്കുകയാണ്, എന്നിൽ പരിശുദ്ധാത്മാവ് ഇല്ല. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, അവൻ്റെ മാമോദീസ സ്വീകരിച്ചുകൊണ്ട് നാം ഈശോയുടെ അനുയായികളായി മാറിയിട്ടുണ്ട് എങ്കിൽ, ഓരോ വ്യക്തിയോടും ഈശോ പറയുന്ന ഒരു കാര്യമാണ്, നീ എൻ്റെ മകനാണ്. നീ എൻ്റെ ഈശോയുടെ മകനാണ് എങ്കിൽ, ഈശോയിലേക്ക് സ്വീകരിച്ച പരിശുദ്ധാത്മാവ്, ഈശോയുടെ മുകളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, അത് ഇന്നേ ദിവസം നിങ്ങൾ ഓരോരുത്തരുടെയും മുകളിലും ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഒരു എക്സാമ്പിൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയാണ്. നമ്മളെല്ലാവരും വീട്ടിൽ കുറേ അധികം ആളുകൾ, ഈ ജനറേഷൻ, ന്യൂ ജനറേഷൻ, ഒത്തിരിയേറെ പേര് ജിമ്മിനൊക്കെ പോകുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണത് പോകുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ടാണ്. ശക്തി ഇല്ലാത്തവരല്ല പോകുന്നത്, ശക്തിയുണ്ട്, പക്ഷെ അതിനെ വർദ്ധിപ്പിക്കുവാനായിട്ടാണ് നാം പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ കൊച്ചുങ്ങളെല്ലാം ജിമ്മിനെല്ലാം പോയി മസിലൊക്കെ പെരുപ്പിച്ച് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വളരെ ശുഷ്കിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ അഭാവത്തിൽ. ഇന്നേ ദിവസം വീണ്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടാണ്, നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ വീണ്ടും പ്രചോദിപ്പിച്ചെടുക്കുവാനായിട്ടാണ് ഈശോനാഥൻ ഇന്നേ ദിവസം നമ്മുടെ കൂടെ ആയിരിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 34-ാം വചനം
ഇപ്രകാരമാണ് പത്രോസ്ലീഹ അവരോട് സംസാരിക്കുക: സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ല എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുക. ദൈവം പക്ഷപാതം അനുവദിക്കുന്ന ഒരു ആളല്ല. നാം യേശുവിൻ്റെ അനുയായിയാണോ, അല്ലെങ്കിൽ മറ്റു വിശ്വാസത്തിലേക്ക് പോയിരുന്ന ഒരാളാണോ, അതോ പാപിയാണോ എന്നൊന്നും ഈശോ നോക്കുന്നില്ല. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ഈശോയുടെ മുൻപിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ഈശോയെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ പറയുകയാണ്, നിന്റെ പാപത്തെയും നീ എവിടെയുള്ള വ്യക്തിയായിരുന്നു എന്നും അതൊന്നുമല്ല ഈശോനാഥൻ നോക്കുന്നത്. നിന്റെ ഹൃദയത്തെയാണ്. നീ ഈശോയെ സ്വീകരിക്കുവാനായിട്ട്, നീ ഈശോയെ സ്നേഹിക്കുവാനായിട്ട് സന്നദ്ധനാണോ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഈശോനാഥൻ നോക്കുന്നുള്ളൂ. അതിനുശേഷം ഈശോനാഥൻ അവൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുകയാണ്. രോഗത്താൽ പീഡിതരായിട്ട് ഒത്തിരി പേര് നമ്മളോട് പ്രാർത്ഥനാ സഹായങ്ങൾ അപേക്ഷിക്കുന്നുണ്ട്. അവരിലേക്കെല്ലാം ഈശോ ഈ ശക്തി, ഈ പരിശുദ്ധാത്മാവിനെ അയച്ചു കഴിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. രോഗാവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകുന്നു. തെറ്റായ ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നു. അതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് നടക്കേണ്ടത് എന്നാണ് ഈശോനാഥൻ ഇന്നേ ദിവസം ഒത്തിരി സ്നേഹത്തോടുകൂടെ നമ്മോട് പറയുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 40-ാം വാക്യത്തിൽ പ്രകാരമാണ്: എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. ദൈവം ഈശോനാഥൻ നമുക്കായി, പാപികൾക്കായി മരിച്ചു, വീണ്ടും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ നാം ആയിരുന്നാൽ ഈശോനാഥൻ പറയുകയാണ്, ആ വിശ്വാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ 43-ാമത്തെ സെന്റൻസ് ഇപ്രകാരമാണ്: അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകൻ അവനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സമയം അവിടെ ആയിരിക്കുമ്പോൾ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട്, ഈശോ എനിക്ക് വേണ്ടി, ഞാനാകുന്ന ഈ പാപിക്ക് വേണ്ടി മരിച്ചു, ഇനി 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ നാം ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, 44-ാം വചനത്തിലെ പ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും: പത്രോസ് ഇത് പറഞ്ഞു കണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ള ഒരു കാര്യമാണ് വിശുദ്ധ പത്രോസ്ലീഹ ഇവിടെ ഈ ലേഖനം വഴിയായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 10-ാം അധ്യായം 44-ാം വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഈ കാര്യങ്ങൾ, ഈശോയെ സ്നേഹിക്കുക, ഈശോയെ ആരാധിക്കുക, ഈശോയുടെ മുൻപിൽ കുറച്ച് സമയം ശാന്തമായിട്ട് മൗനമായിട്ടിരിക്കുക, നമ്മുടെ വിഷമങ്ങളെയെല്ലാം ഈശോയുടെ മുൻപിലേക്ക് സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ, ഈശോയിൽ വിശ്വസിക്കുമ്പോൾ, ഈശോ എനിക്ക് വേണ്ടി മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ഈശോയുടെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ഈ 44-ാമത്തെ വചനം ഈശോനാഥൻ നമ്മോടും പറയുകയാണ്: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മാവ് വന്നു. ഈശോയുടെ വചനം ശ്രവിക്കുന്ന എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അവൻ പക്ഷപാതം കാണിക്കുന്നവനല്ല. നീ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല നമ്മുടേത്. ഏതൊരു പാപിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീയും എൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ദുഃഖങ്ങളെ അകറ്റുവാനായിട്ട്, അവൻ്റെ രോഗങ്ങളെ അകറ്റുവാനായിട്ട് തൻ്റെ സ്വന്തം ശക്തിയെ അയക്കുന്ന, പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിനാൽ ആ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ആയിരിക്കാം. വിശുദ്ധിയോടുകൂടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയുടെ മുൻപിൽ സമർപ്പിക്കാം. പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈശോ പറയുക. ഭയപ്പെടരുത്. കാരണം ഏതൊരു പാപിയെയും പക്ഷപാതം കാണിക്കാതെ അവൻ്റെ കൂടെ ചേർത്ത് നിർത്തുന്നവനാണ് ഈശോനാഥൻ. അതിനാൽ ആ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ഒത്തിരിയേറെ പേരുകളെ നമുക്ക് സമർപ്പിക്കാനായിട്ടുണ്ടെന്ന് അവരെ എല്ലാവരെയും നമുക്ക് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റിൻസി റെജി, കുര്യൻ MC, റീന ഡിക്രൂസ്, റാണി, ഗോഡ്വിൻ ബെന്നി, മേരിക്കുട്ടി മാത്യു, ബീന വർഗീസ്, ശ്യാം VS, അർച്ചന സുനേഷ്, റെജി ഫിലിപ്പ്, ഡീന മാത്യു, മിനി, നിഷാദാസ്, ജെസി P ആന്റണി, ബേബി ജേക്കബ്, മോളമ്മ ജോമോൻ, സജി N, ലൈല ഫിലിപ്പോസ്, മാനുവൽ, ചിഞ്ചു SS, സിന്ധു, ആനീസ് ഡേവിസ്, മോളി ജോസ്, റോജിൻ ജോയ്, ബീന രാജീവൻ,
ബീന ജോയ്, സൂസൻ തോമസ്, മോളി ജോസ്, ബേബി മാത്യു, ബീന വർഗീസ്, സിസ്റ്റർ കർമെലീന, റോസലി പോൾ, ഡാനി, അൽഫോൺസ, ഷാജി, ജെറിൻ, ഉഷ, ഗ്രേസ്, മേരി ജോളി, സെബാസ്റ്റ്യൻ, കാതറിൻ, അലൻ കുര്യൻ, അജിൻ കുര്യൻ, സൂസൻ അജോ, ജോയൽ അബി, ജിജി ജോഷി, റിൻസി റെജി, ഷിജി റോയ്, സിജോ തോമസ്, സി ജോർജ്. പ്രിയ സഹോദരങ്ങളെ, ഈ മക്കള് ഈശോയുടെ മുൻപിൽ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും പ്രാർത്ഥനകൾ ഈശോനാഥൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഈശോനാഥൻ നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇനിയും ഒത്തിരി പേര് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനാ സമയത്ത് ഈശോയുടെ മുൻപിലായിരിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അതെല്ലാം ഈശോനാഥൻ ശ്രവിച്ചു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ, ആ ശക്തിയെ, ഈശോയുടെ ശക്തിയെ സ്വീകരിക്കുവാൻ തക്കവിധം നമ്മുടെ ഹൃദയങ്ങളെ തുറന്നുകൊണ്ട് ഈശോയെ അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴാണോ ഈശോനാഥൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് കടന്നു വരുന്നത്, അതോടുകൂടെ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവ് ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ ഏതെല്ലാം മേഖലകളിലാണോ നമുക്ക് ദുഃഖങ്ങൾ അനുഭവിക്കുക, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉള്ളത്, അതെല്ലാം ഈശോനാഥൻ സുഖപ്പെടുത്തി തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ഈശോയുടെ ഈ അനുഗ്രഹ നിമിഷത്തിനായിട്ട് നമുക്ക് മുട്ടുമേലായിരിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെ നിറയണമേ. ഓ